ഹായ് കൂട്ടുകാരെ, എല്ലാവരും നമ്മുടെ വായനാദിന ക്വിസിൻ്റെ മുൻ വീഡിയോകൾ കണ്ട് എല്ലാവരും ക്വസ്റ്റ്യനുകൾ പഠിച്ചോ? അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? ഉത്തരം കുമാരനാശാൻ. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാനെയാണ് സ്നേഹഗായകൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. കുമാരനാശാന്റെ ഏത് കവിതയിലെ വരികളാണിത്? ഉത്തരം ചണ്ടാല ഭിക്ഷുകി. അപ്പോൾ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാന് അറിയപ്പെടുന്നതാണ് സ്നേഹഗായകൻ. അതോടൊപ്പം തന്നെ കുമാരനാശാന്റെ കവിതയാണ് ചണ്ടാല ഭിക്ഷുകി. അടുത്ത ചോദ്യം, ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് ആര് എഴുതിയതാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി. താരാട്ടുപാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ഓമന തിങ്കൾ കിടാവോ. എല്ലാവരും ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പാട്ടാണ്. അത് രചിച്ചത് ഇരയിമ്മൻ തമ്പി. അടുത്ത ചോദ്യം, ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. അടുത്ത ചോദ്യം, സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? നമുക്കറിയാം, കുറച്ചു പേർക്ക് മാത്രമാണ് ഇന്ത്യയിൽ നിന്നും നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അതിൽ സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന ഒക്കെ എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിനാണ് ഗീതാഞ്ജലി എന്ന കൃതിക്ക് സാഹിത്യത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്നും നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, തുഞ്ചൻ പറമ്പ് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ് തുഞ്ചൻ പറമ്പ്. അത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും എനിക്ക് വഴികാട്ടിയായിരുന്നത് പുസ്തകങ്ങളാണ്. പ്രശസ്തനായ ഒരു വ്യക്തിയുടെ വാക്കുകളാണിവ. ആരുടെ വാക്കുകളാണ്? ഉത്തരം എ.പി.ജെ. അബ്ദുൽ കലാം. നമുക്കറിയാം, നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന എ.പി.ജെ. അബ്ദുൽ കലാം ന്റെ വാക്കുകളാണ്. നമുക്ക് കുട്ടികളുടെയൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം. നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് ഒക്കെ അറിയപ്പെടുന്നതാണ് എ.പി.ജെ. അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും എനിക്ക് വഴികാട്ടിയായിരുന്നത് പുസ്തകങ്ങളാണ് എന്നുള്ള വാക്കുകൾ. ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ വാക്കുകൾ. അടുത്ത ചോദ്യം, മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി? ഉത്തരം ബാലാമണി അമ്മ. മലയാള സാഹിത്യത്തിൽ അമ്മ എന്നാണ് ബാലാമണി അമ്മ അറിയപ്പെടുന്നത്. നമുക്കറിയാം, എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിതയും ബാലാമണി അമ്മയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ഉത്തരം ചെറുകാട്. ചെറുകാടിന്റെ ആത്മകഥയാണ് ജീവിതപാത. അടുത്ത ചോദ്യം, ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം ചെമ്മനം ചാക്കോ. ചെമ്മനം ചാക്കോയുടെ കവിതയാണ് ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം. അടുത്ത ചോദ്യം, എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോനാണ് എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത്. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിൽ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ അതിൽ രണ്ട് ചോദ്യം ചോദിക്കാം. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ചെറുതുരുത്തി, തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം. അതോടൊപ്പം തന്നെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം, രാത്രിമഴ എന്ന കവിത സമാഹാരം എഴുതിയത് ആരാണ്? ഉത്തരം സുഗതകുമാരി. നമുക്കറിയാം, പരിസ്ഥിതി പ്രവർത്തകയായ ഒരു എഴുത്തുകാരിയാണ് സുഗതകുമാരി. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് രാത്രിമഴ. അപ്പോൾ രാത്രിമഴ എന്ന കവിത സമാഹാരം എഴുതിയത് സുഗതകുമാരി. അടുത്ത ചോദ്യം,
തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അടുത്ത ചോദ്യം, മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച വർഷം? 2013. 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത്. അടുത്ത ചോദ്യം, മലയാള സിനിമയുടെ പിതാവ്? ഉത്തരം JC ഡാനിയൽ. JC ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലായി നൽകിയിരുന്നു. അതെല്ലാ കൂട്ടുകാരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടെ വായനാദിന ക്വിസിനുള്ള ചോദ്യങ്ങൾ മെച്ചപ്പെടുത്തി നന്നായി പഠിച്ച് എല്ലാവരും 1ാം സ്ഥാനം നേടാനായി ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.